നമസ്കാരം. ഓച്ചിറ BJP മണ്ഡലം പ്രസിഡന്റ് ശരത്തിനെതിരെ പ്രവർത്തകർക്കിടയിൽ അമർഷം. വിമുക്ത ഭടന്മാർക്കുള്ള ക്യാൻറ്റീനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതിന് നിവേദനം സമർപ്പിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രി കുര്യൻ സാറിനെ കാണാൻ വേണ്ടി പോയ BJP പ്രവർത്തകരുടെ ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു വന്നിരുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഇടയിൽ SDPI പ്രവർത്തകനായ സലീം എന്ന വ്യക്തിയുടെ ഫോട്ടോയും കൂടി ഉൾപ്പെട്ടതാണ് അവിടെ അമർഷം പുകയാൻ കാരണം. ഒരു സാധാരണ BJP പ്രവർത്തകന് പോലും കേന്ദ്രമന്ത്രിയെ കാണാൻ അവസരമില്ലാതിരിക്കെ എങ്ങനെ ഒരു SDPI പ്രവർത്തകൻ അവിടെ എത്തി എന്നതാണ് BJP പ്രവർത്തകരുടെ ചോദ്യം. എന്നാൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ഡലം പ്രസിഡന്റ് ശരത്തുമായി സംസാരിച്ചു. അദ്ദേഹം ഇത് നിഷേധിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെയല്ല ഈ SDPI പ്രവർത്തനം വന്നത്, മറിച്ച് ഈ SDPI പ്രവർത്തകനായ സലീമിൻ്റെ മകൻ്റെ എന്തോ ആവശ്യത്തിന് മന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയതാണെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത്. നമസ്കാരം, ഞാൻ മറുനാടൻ മലയാളി ചാനലിന്റെ റിപ്പോർട്ടറാണ് ശ്രീജിത്ത് മാരാർ. എനിക്കൊരു റിപ്പോർട്ട് കിട്ടി അവിടെ നിന്ന്, അതിന്റെ വാസ്തവം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതായത് കേന്ദ്രമന്ത്രി കുര്യൻ സാറിനെ കാണാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടെ പോയപ്പോഴത്തേക്ക് നിങ്ങളെ കൂട്ടത്തിൽ SDPI കാരനുണ്ടായിരുന്നു പറഞ്ഞിട്ടൊരു വാർത്ത ശ്രദ്ധയപ്പെട്ടു. എന്താ ഇത് തെറ്റാണ്. ഞങ്ങളുടെ കൂടെ അല്ല വന്നത്. പുള്ളിയുടെ മകന്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിവേദനം കൊടുക്കാൻ മന്ത്രിയുടെ അടുത്ത് വന്നതാണ്. മന്ത്രി എടുത്തു വന്നപ്പോ അദ്ദേഹം ആ നിവേദനം വായിച്ചു നോക്കി. മന്ത്രിക്ക് നിവേദനം കൊടുക്കാമല്ലോ. അപ്പൊ അങ്ങനെ മന്ത്രിക്ക് നിവേദനം കൊടുത്തു. അദ്ദേഹം ഈ എനിക്കൊന്ന് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കൊടുത്തു. അപ്പൊ മന്ത്രി പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ ഇപ്പം കേന്ദ്രത്തിന് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം സുപ്രീം കോടതിയിൽ ഓർഡർ ഉണ്ട്. എന്തോ ട്രാൻസ്ഫർ കൊടുക്കുന്ന എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വ്യക്തമായിട്ട് കേട്ടില്ല, ഞങ്ങൾ പുറകെ നിന്നത്. അല്ല, ഇതിപ്പം വ്യാപകമായിട്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ ഇത് ചർച്ചയാവുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ സാധാരണ ഒരു BJP പ്രവർത്തനം പോലും കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദമില്ലാത്ത അവസരത്തിലാണ് ഒരു SDPI കാരൻ, അതായത് SDPIക്ക് ഇത് മന്ത്രി അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന സമയത്ത്, അദ്ദേഹം താമസിക്കാൻ വന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും പോയി അദ്ദേഹത്തെ കണ്ടുകൂടെ. അദ്ദേഹം വലിയ അദ്ദേഹത്തെ ഇത്രയും ആള് കാണാവുള്ളൂ എന്നുള്ള പരിഭാഷക്കാരനൊന്നും അല്ല ജോർജ് കുര്യൻ. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണ്. ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നതും അല്ല. അപ്പൊ ഇതിൽ യാതൊരു വാസ്തവം ഇല്ലെന്നാണ് ശരത്തേട്ടൻ പറയുന്നത് അല്ലേ? അതെ, ഇതിനകത്ത് യാതൊരു വാസ്തവം എന്താ വെച്ചാൽ ഞങ്ങള് പോയത് തഴവയില് പട്ടാളക്കാരുടെ CHSC ക്യാൻറ്റീൻ ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ അതിന് ഞങ്ങള് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തതിന് ശേഷം ഇദ്ദേഹം വന്ന് ജോർജ് കുര്യന് അദ്ദേഹത്തിന്റെ മകന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നിവേദനം കൊടുത്തു. അതിനുശേഷം അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, സാറേ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കയറി ഇന്ന് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അയാളും വന്ന് പെട്ടുപോയതാണ്. അതിനകത്ത് കാര്യമൊന്നുമില്ല. ഈ പ്രചരിക്കുന്ന വാർത്തകൾക്ക് പിറകിൽ യാതൊരു വാസ്തവം ഇല്ലെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലേ? യാതൊരു വാസ്തവമില്ല കേട്ടോ. അങ്ങനെ ഒരു SDPI ഒരാളാണെങ്കിൽ ഞങ്ങൾ അത് നിർത്തി ഫോട്ടോ എടുക്കുമല്ലോ. അല്ല, ഞാൻ പിന്നെ താങ്കൾക്ക് നേരത്തെ അറിയാവുന്ന ആളല്ലേ ഈ സലീം എന്ന് പറഞ്ഞ ആള്? അല്ലല്ല, അറിയത്തില്ല. നേരത്തെ അറിയില്ല? ഇല്ലില്ല. ഓക്കെ. നേരത്തെ അറിയില്ല, സലീമിനെ നേരത്തെ അറിയില്ല. പക്ഷേ അവിടുത്തെ പ്രവർത്തകര് പറയുന്നത് മീൻസ് ഈ സലീം എന്ന് പറയുന്ന ആള് മുമ്പ് BJP പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഈ സംഭവം ഈ ഫോട്ടോയില് ഈ ഫോട്ടോ വന്ന് നമ്മളിപ്പോ SDPIയുടെ ഒരാളാണെങ്കിൽ നമ്മൾ ആ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടില്ലല്ലോ. അപ്പൊ ഗ്രൂപ്പിലിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ ഏരിയ എന്നുള്ള കുറച്ച് പേര് നമ്മളോട് പറഞ്ഞത് ഇയാൾ നേരത്തെ ഇതേപോലെ ഇത്തരത്തിലൊരു കേസിന്റെ പ്രതിയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാനായില്ല എന്ന വിഷയം. അപ്പൊ അയാൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരാളല്ല, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല അയാൾക്ക്. അയാളെ ഈ രീതിയിൽ വന്ന് മന്ത്രിയെ വന്നിട്ട് പരാതി കൊടുത്തു. അദ്ദേഹം പരാതി ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ മന്ത്രി നോക്കി. അത്രേ ഉള്ളൂ, അത്രേ നമുക്കറിയത്തുള്ളൂ. ശരി. അദ്ദേഹം പരാതി ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ മന്ത്രി നോക്കി. അത്രേ ഉള്ളൂ, അത്രേ നമുക്കറിയത്തുള്ളൂ. ശരി. അദ്ദേഹം പരാതി ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ മന്ത്രി നോക്കി. അത്രേ ഉള്ളൂ, അത്രേ നമുക്കറിയത്തുള്ളൂ. ശരി. അദ്ദേഹം പരാതി ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ മന്ത്രി നോക്കി. അത്രേ ഉള്ളൂ, അത്രേ നമുക്കറിയത്തുള്ളൂ.
ശരി 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 ഞാനത് അദ്ദേഹം പരാതി ഉണ്ടായാലും ഒരു അപേക്ഷ കൊടുത്തു, ആ അപേക്ഷ മന്ത്രി നോക്കി, അത്രേ ഉള്ളൂ, അത്രേ നമുക്കറിയത്തുള്ളൂ. ശരി 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 ഞാനത് അദ്ദേഹം പരാതി ഉണ്ടായാലും ഒരു അപേക്ഷ കൊടുത്തു, ആ അപേക്ഷ മന്ത്രി നോക്കി.